എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെഷനാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ കോൺഫിഡൻഷ്യൽ ഗ്രേഡ് 2, അതേപോലെ LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കൊക്കെ നടന്ന കാറ്റഗറി കോഡ് 93/2023, 250/2023, 256/2023, അതേപോലെ 684/2023, 698/2023 പോലുള്ള അതേപോലെ അങ്ങനത്തെ തസ്തികയിലേക്ക് നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് നമുക്ക് നമ്മളെ LD ടൈപ്പിസ്റ്റ് നമ്മൾ പഠിക്കുന്ന സിലബസിനേക്കാളും ഒരു മൊഡ്യൂള്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഒരു കുറഞ്ഞ മൊഡ്യൂളുകളും ഉണ്ട്. അപ്പം ആ മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്ററിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഉണ്ടാവുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ആ ഒരു മൊഡ്യൂളും കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഉള്ളത്. നമ്മൾ നമ്മളെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. അപ്പം 11th ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് സഫിഷ്യന്റ് ടു റെപ്രസെന്റ് ആൻ ഒക്ടൽ നമ്പർ ഇൻ ദി ബൈനറി ഫോർമാറ്റ് ഈസ്. എത്രയാണ്, എന്താണ് ആൻസർ വരിക? 3 ആണ് ആൻസർ വരിക അല്ലേ. അടുത്തത് 12th question, a computer program that acts as a bridge between the hardware and the user is known as. അതായത് ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ഒരു ഹാർഡ്വെയറിനെയും, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും യൂസർ അല്ലെങ്കിൽ ഉപഭോക്താവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്ന ഇത് ഏത് തരം കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നാണെന്ന്. അപ്പം നമ്മളിതിൽ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണിത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നതാണ് ഒരു കമ്പ്യൂട്ടർ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും യൂസറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയാ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാ. ആ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഒരാളാണ് ആര്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോ ഉദാഹരണമായിട്ട് പവർ പോയിന്റ് അല്ലെ, പവർ പോയിന്റ് ആരാണ്, ഒരു കമ്പ്യൂട്ടർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് നമുക്ക് സ്ലൈഡ് പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് ഓരോന്നിനെ കുറിച്ചും പറഞ്ഞതാണ്. ഇനി 13th question, random access memory, that is RAM, that stores data bits in its memory as long as power is supplied is known as. എന്താണ് റാമിന്റെ, ഇത് തന്നെ നമ്മള് റാമിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ആരാണ് ഇവര്, എസ് റാമും ഡി റാമും ആണ് അല്ലെ ആൻസർ വരിക. അപ്പം രണ്ടും പെടുന്നോണ്ട് ഏതാ, ബോത്ത് എ ആൻഡ് ബി വരും. ഇനി 14th question എന്താ പറയാ, ഡാഷ് ടെക്നോളജി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ഫോർ പ്രോസസിംഗ് ചെക്ക് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിങ് മേഖലകളിൽ നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്യും, വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. എന്താണ്, MICR അല്ലെ. നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ പെടുന്നതാണ് MICR-ഉം OMR-ഉം OCR ഒക്കെ. അപ്പൊ MICR എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞതായിരുന്നു അല്ലെ. എന്താണ് MICR-ന്റെ ഫുൾ ഫോം ശരിക്കും? MICR-ന്റെ ഫുൾ ഫോം എന്തായിരുന്നു? MICR-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. MICR-ന്റെ ഫുൾ ഫോം എന്താ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈഷൻ എന്നാണ് അല്ലെ. അതാരായിരുന്നു കണ്ടെത്തിയത്? കെന്നത്ത് എൽഡ്രിഡ്ജ് ആണ് കണ്ടെത്തിയത് അല്ലെ. ഇനി നമ്മൾ എന്താണ് MICR എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഡെഫിനിഷൻ ആണ് പറയല്ലേ. അതായത് നമ്മൾ
പിന്നെ ബാങ്കിങ് മേഖലകളിൽ ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ന് പറഞ്ഞിട്ടാണ് MICR പഠിച്ചു തുടങ്ങുന്നതിന്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്. ഇനി OMR എന്തായിരുന്നു? OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് OMR അല്ലേ. നമ്മൾ സാധാരണ PSC എക്സാം പോലുള്ള മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് OMR അല്ലേ. OMRൽ എന്താണ് ശരിക്കും? നമുക്ക് പ്രിന്റ് ചെയ്തൊരു ഫോറം ആയിരിക്കും. അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള, അതായത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ഥാനങ്ങളിലുള്ള അടയാളങ്ങൾ വായിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് രേഖപ്പെടുത്തി തരുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ആര്? OMR. ഇനി OCR എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈഷൻ അല്ലെ. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ എക്സ്പാൻഷൻ പഠിക്കണേ. അപ്പൊ അതെന്താ ശരിക്കും? OCR എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജിലുള്ള ഒരു അക്ഷരം അല്ലെ, ആ ഇമേജിലുള്ള അക്ഷരങ്ങളെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന ടെക്സ്റ്റ് പോലെയാക്കി മാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ഇത് OCR അല്ലെ. MIC ഇതിന്റെ ഇത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി 15th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ മാനേജസ് സ്റ്റോർസ് ഡിവൈസ് അല്ലേ. പിന്നെ അടുത്ത എന്താ? എക്സിക്യൂഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അതില്ലല്ലോ. അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ എക്സിക്യൂഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നതല്ലോ അല്ലെ. അത് CPU ബന്ധപ്പെട്ട അല്ലെ, ALUലൊക്കെ വരുന്നതാണ്. ഇനി C, പ്രോസസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിക്വസ്റ്റ് അല്ലെ. ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിന്റെയും റിക്വസ്റ്റ്, ഏതൊക്കെ റിക്വസ്റ്റുകളാണ് അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. പിന്നെ എറർ ഡിറ്റക്റ്റിംഗ് എയ്ഡ്സ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഫംഗ്ഷൻ അല്ലാത്തത് ഓപ്ഷൻ B. ഓക്കെ. ഇനി അടുത്തത് എക്സ്പാൻഷൻ ആണ്. 16th ക്വസ്റ്റ്യൻ, EEPROM സ്റ്റാൻഡ്സ് ഫോർ. EEPROM എന്താണ്? നമ്മൾ റോമിന്റെ ഒരുപാട് ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ. EEPROM, PROM, PPROM അങ്ങനെ പറഞ്ഞിട്ട് അല്ലെ. EEPROM എന്താണ്? EEPROM എന്ന് പറഞ്ഞാൽ എന്താ? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നമ്മള് റോമിന്റെ ക്ലാസ്സിൽ ഇവയെ ഓരോന്ന് എടുത്ത് പറഞ്ഞതാണ്. എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന EEPROM അല്ലെ. EEPROM എന്ന് പറഞ്ഞത് എന്താണ്? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ആരായിരുന്നു കണ്ടുപിടിച്ചത്? ഡോ ഫോർമാൻ ആണ് എന്ത് EEPROM കണ്ടെത്തിയത് അല്ലെ. ഇനി അടുത്തതാരാണ്? ഇത് എക്സ്പാൻഷൻ ആണ്. SIMM ചിപ്പ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. ഈ എക്സ്പാൻഷൻ ഒക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു മൊഡ്യൂളും കൂടെ കയറി വരുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഇങ്ങനത്തെ എക്സ്പാൻഷൻസ് ഒക്കെ വരുന്നത്. ഇനി 18th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? താഴെ തന്നിട്ടില്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്? 18th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ഇൻപുട്ട് ഡിവൈസ് അല്ലാത്ത ഏതാണ്? മോണിറ്റർ. അപ്പം ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻപുട്ട് ഡിവൈസിനും ഔട്ട്പുട്ട് ഡിവൈസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി 19th ക്വസ്റ്റ്യൻ, ഡാഷ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു റീഡ് പിൻ കോഡ്സ് ഇൻ പോസ്റ്റൽ സർവീസ് ആൻഡ് റീഡിംഗ് ഓഫ് പാസഞ്ചർ ടിക്കറ്റ്സ്. പാസഞ്ചർ ടിക്കറ്റ്സിലും അതേപോലെ പോസ്റ്റൽ സർവീസിലും ഒക്കെ നമ്മൾ വരുന്ന പിൻകോഡില്ലേ, അത് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. OMR ആണോ, OCR ആണോ, ഡിജിറ്റൈസർ ആണോ, അതോ സ്കാനർ ആണോ? ഏതാണ്? OCR ആണ് അല്ലെ. ഞാനിപ്പം OCRന്റെ ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്തിനാണ് OCR നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം 19th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് വരിക? 19th ക്വസ്റ്റ്യൻ ആൻസർ
ബി അല്ലേ? OCR എന്താണെന്ന് ഇപ്പൊ പറഞ്ഞിട്ടല്ലോ നമ്മള്. ഇനി അടുത്തത് 20th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് വൺ ഈസ് ഫാസ്റ്റർ, കാഷെ മെമ്മറി ഓർ റാം? റാം ആണോ കാഷെ മെമ്മറി ആണോ ഫാസ്റ്റർ മെമ്മറി എന്ന്? ഏതാണ്? കാഷെ മെമ്മറി ആണ് ഫാസ്റ്റർ. ക്ലിയർ ആണല്ലോ. ഇനി 21st ക്വസ്റ്റ്യൻ. 21th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻസേർട്ട് എൻ ഇമേജ് ബിഹൈൻഡ് ദി കണ്ടന്റ് ഓഫ് ദി പേജ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്? വേർഡ് ഡോക്യുമെന്റിലുള്ള ഒരു അതായത് MS വേർഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് നമ്മൾ പറയുന്നത്. എന്താണ്? എന്ത് സ്പെഷ്യാലിറ്റിയാണത്? അതായത് നമ്മളൊരു കണ്ടന്റ് നമ്മളെ പേജിന്റെ ബിഹൈൻഡിലായിട്ട് ഒരു ഇമേജ്, ആ കണ്ടന്റിന്റെ ബാക്കിലായിട്ട് ഒരു ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആരായിരുന്നു? വാട്ടർ മാർക്ക് അല്ലെ? ആരാണ്? വാട്ടർ മാർക്ക്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വാട്ടർമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് നമുക്ക് ആ ഡോക്യുമെന്റിന്റെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്ത്? വാട്ടർമാർക്ക് അല്ലെ? വാട്ടർമാർക്ക് നമുക്ക് എങ്ങനെയാണ്, എവിടെയാ ശരിക്കും വാട്ടർമാർക്ക് ഓപ്ഷൻ എവിടെയാണുള്ളത്? പേജ് ലേഔട്ട് ടാബിലാണുള്ളത്. വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണുള്ളത്? പേജ് ലേഔട്ട് ടാബിലാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അത് ആലോചിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22nd, അതായത് 22ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി മേക്ക് എ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ് ഇൻ MS വേർഡ്? MS വേർഡിൽ ഇപ്പോൾ ഒരു മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ വേർഡിൽ നമുക്ക് ആ വാക്ക് ടൈപ്പ് ചെയ്തു, നമുക്കത് ബോൾഡ് ആക്കണം എന്ന് വിചാരിക്കുക. അതിന് ബോൾഡ് ആക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വഴി കൂടെ ചെയ്യാം? ഒന്നെങ്കിൽ Ctrl+B ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം, അല്ലെ എന്ത് ചെയ്യാം? ഹോം പോയിട്ട് ഫോണ്ട് പോവുക, ബോൾഡ് ആക്കുക അല്ലെ? അപ്പൊ രണ്ടെണ്ണം യൂസ് ചെയ്യാലോ. അപ്പം ആൻസർ ചെയ്ത വരാം ബോത്ത് 1 and 2. അപ്പം ആൻസർ ഓപ്ഷൻ C ആണ് വരിക. ഇനി 23rd, അതായത് 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫീച്ചർ അലൈൻസ് ടെക്സ്റ്റ് ടു ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ബൈ ആഡിങ് എക്സ്ട്രാ സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് ആസ് നെസസറി? ഏതാണ്? ജസ്റ്റിഫൈ അല്ലെ? നമ്മള് അലൈൻമെന്റ് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു അലൈൻമെന്റ് ആണ് ഇത് ജസ്റ്റിഫൈ. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ MS വേർഡ് ഡോക്യുമെന്റ്. അതായത് നമ്മൾ MS വേർഡിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏതാണ്? Ctrl+N ആണ്. F1 എന്തിനായിരുന്നു? ഹെൽപ്പിന്. F5 എന്തിനായിരുന്നു? സ്ലൈഡ് ഷോ. ഒക്കെ അങ്ങനെ ആലോചിച്ച് വെക്കണേ. ഇനി അടുത്തത്, ദ സിമ്പിൾ യൂസ്ഡ് ടു ലോഗ് ദ സെൽ റെഫറൻസ് ഇൻ MS എക്സൽ, അതായത് മൈക്രോസോഫ്റ്റ് എക്സലില് സെൽ റെഫറൻസിന് യൂസ്ഡ് ടു ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? ഡോളർ. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ആ എക്സലിലാവുമ്പോൾ നമുക്ക് ആ സിമ്പലുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നന്നാവും, കാരണം ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പ്രധാനമായിട്ടും ഡോളർ സിമ്പലൊക്കെയാണ് കാര്യം ചോദിക്കല്. അതേപോലെ നമ്മളൊരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം, അത് ഇടയ്ക്ക് ചോദിക്കുന്നതായതുകൊണ്ട്. ഓക്കെ, അപ്പം അടുത്തത്, ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് എ ഹൊറിസോണ്ടൽ റോ ആൻഡ് എ വെർട്ടിക്കൽ കോളം ഇൻ എ വർക്ക്ഷീറ്റ്. എന്താ ചോദിച്ചത്? എന്താ ഒരു സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു റോയുടെയും ഒരു കോളത്തിന്റെയും ഇന്റർസെക്ഷൻ എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചത്. അത് ഒന്നുകൂടി എന്താ ഒന്ന് വിശദീകരിച്ച് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 28th ക്വസ്റ്റ്യൻ അല്ലെ, 28th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, സോറി 26th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ, ഇന്റർസെക്ഷൻ പോയിന്റ് ഒരു ഹൊറിസോണ്ടൽ ആയ ഒരു റോയുടെയും വെർട്ടിക്കൽ ആയ ഒരു കോളത്തിന്റെയും കോളമുള്ള ഒരു വർക്ക് ഷീറ്റില് അതിന്റെ ഒരു ഇന്റർസെക്ഷൻ, അതായത് വർക്ക് ഷീറ്റില് ഇങ്ങനെയല്ലേ നമ്മള് വർക്ക് ഷീറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പം ഹൊറിസോണ്ടൽ അല്ലേ റോ, വെർട്ടിക്കൽ അല്ലേ കോളം, ഇത് രണ്ടിനി ഇന്റർസെക്ഷൻ ആയി ഇതിന് എന്താ നമ്മൾ MS Excel പറയാ സെൽ അല്ലേ. വിശദീകരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി 27th ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഇൻ MS Excel ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് ദാറ്റ് മീറ്റ് എ ക്രൈറ്റീരിയൻ. എന്താണ് ആൻസർ വരിക 27th? ഓപ്ഷൻ സി ആണ് വരിക. ഏതാണ് ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആണ് വരിക. ഇതില് നമുക്കറിയാലോ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പം ഇതിലുള്ള നമ്മൾ എക്സലിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇതിലുള്ള ഓരോന്നിനെ കുറിച്ചും, അതായത് സം എങ്ങനെയാണ്, കൗണ്ട് എങ്ങനെയാണ്, ഇഫ് എങ്ങനെയാന്നുള്ള ഓരോ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ എടുത്ത് ക്ലാസ് എടുക്കും. ഇനി 28th ക്വസ്റ്റ്യൻ, എ ഫോർമുല ഓൾവേസ് ബിഗിൻസ് വിത്ത് ഡാഷ് സൈൻ ഇൻ MS Excel. എക്സലില് നമ്മൾ ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സൈൻ വെച്ചിട്ടാണ്, ഈക്വൽ ടു സൈൻ വെച്ചിട്ടാണ്. ഈ സൈനും ഡോളർ സൈനും ഒക്കെ എപ്പോഴും ഓർത്ത് വെക്കണേ. ഇനി 29th ക്വസ്റ്റ്യൻ, ദ വിഷ്വൽ ഇഫക്റ്റ് that occur when you move from one slide to next during a presentation. ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ ഒരു സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്ന അതെന്താണ് നമ്മൾ പറയാ, ദാറ്റ് ഈസ് സ്ലൈഡ് ട്രാൻസിഷൻ. എന്താണ് സ്ലൈഡ് ട്രാൻസിഷൻ? എന്താണ് പറയാ, സ്ലൈഡ് ട്രാൻസിഷൻ എന്നാണ്. നമ്മൾ എന്ത് ഒരു ഒന്നിൽ നിന്നും ഒന്നിലേക്ക് പോകുന്നതിന് നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്നാണ് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 13th ക്വസ്റ്റ്യൻ ആണ്. ഇൻ MS PowerPoint വിച്ച് ഷോർട്ട് കട്ട് കീ ക്യാൻ യു യൂസ്ഡ് ടു സ്റ്റാർട്ട് പ്രസന്റേഷൻ? ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്താ F5. 13th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, സി അല്ലേ. ഇനി 31 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇതില് ഈ ഒരു കാറ്റഗറി എക്സാമില് നമുക്ക് എന്തുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതേപോലെ ഓഫീസ് ഓട്ടോമേഷൻ ഉള്ളതിൽ MS Word ഒക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുണ്ട്. അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ മൊഡ്യൂൾ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് 32 തൊട്ടിട്ട് 32 തൊട്ടിട്ട് ഏകദേശം ഒരു 49th വരെയുള്ള ക്വസ്റ്റ്യൻസ്, 49th വരെയുള്ള ക്വസ്റ്റ്യൻസ്, സോറി 15th വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ആ ഭാഗം ഒഴിവാക്കാണ്. അതിൽ നമ്മൾ HTML-ന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം ഒന്ന് ജസ്റ്റ് പറയുന്നു. അത് നമുക്ക് വേണ്ട, എന്നാൽ HTML ഉള്ള ഭാഗം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് പറയുന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് HTML എഡിറ്റർ? എന്താണ് HTML എഡിറ്ററിന്റെ പ്രൈമറി പേർപ്പസ്? നമുക്ക് അറിയുന്ന ആയതുകൊണ്ട് അഥവാ ചോദിച്ചാൽ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, നമ്മളെ ഭാഗത്ത് വരുന്നതല്ല. ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വെബ് പേജസ്. ഇനി 47th ക്വസ്റ്റ്യൻ, വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്? ഏതാണ് വരിക, സെലക്ട് ആണ് വരിക. ഇനി ഇതൊന്നും നമുക്ക് വരുന്നതല്ല, ഈ ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് 15th ക്വസ്റ്റ്യൻ വരെ. അപ്പം നമുക്ക് ഇതില് കമ്പ്യൂട്ടറിന്റെ നോക്കാനുള്ളത്
വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഭാഗത്ത് നിന്നും നമ്മളെ സിലബസിലുള്ള ഭാഗത്തു നിന്നുള്ള ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ബാക്കി നോക്കുന്നത് 50 തൊട്ടിട്ടുള്ള ടൈപ്പ് റൈറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 51 തൊട്ടിട്ടുള്ള നമുക്ക് ആ ബാക്കിയുള്ള 51 ടൈപ്പ് റൈറ്ററിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. Which one of the following is not belonging to the tension of the typewriter? ടൈപ്പ് റൈറ്ററില് അതായത് ടൈപ്പ് റൈറ്ററിന്റെ ടെൻഷനിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? ക്യാരേജ് ടെൻഷൻ ഉണ്ട്, റിബൺ ടെൻഷൻ ഉണ്ട്, റാക്ക് ടെൻഷൻ ഉണ്ട്, കീ ടെൻഷൻ ഉണ്ട്. ഇതിൽ ഏതാ പെടാത്തത്? ഓപ്ഷൻ 2 അല്ലെ, റിബൺ ടെൻഷൻ ഈ ടൈപ്പ് റൈറ്ററിന്റെ ടെൻഷനിൽ വരുന്ന ആളല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരിക. ഇനി 52 ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ലൈൻ സ്പേസ് യൂസ്ഡ് വൈൽ ടൈപ്പിംഗ് കൊമേഴ്ഷ്യൽ വർക്ക്? കൊമേഴ്ഷ്യൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ സ്പേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ട്രിപ്പിൾ ആണോ അതോ 1.5-ലാണോ, ഡബിളിലാണോ, സിംഗിളിലാണോ? നമ്മൾ സാധാരണ കൊമേഴ്ഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്? സിംഗിളിലാണ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പം ആൻസർ ഏതാ വരിക? 52ന്റെ ആൻസർ എത്രയാ വരിക? 52ന്റെ ആൻസർ സി ആണ് വരിക. 52ന്റെ ആൻസർ എത്രയാ? സി ആണ് വരിക. അതായത് സിംഗിളിലാണ് ചെയ്യുക. നമ്മൾ ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന ഏതിലാ? സിംഗിളിലാണ് വരിക. ഇനി ഓൺ വിച്ച് പാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ്? അതായത് റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? അല്ലെങ്കിൽ അത് രണ്ടും ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ഇവ രണ്ടും റിജിഡ് ഡോഗും ലൂസ് ഡോഗും ഒക്കെ എവിടെ ആക്ട് ചെയ്യുക? ഇവിടെ എസ്കേപ്മെന്റ് വീലിലാണോ, പീനിയൻ വീലിലാണോ, തമ്പ് വീലിലാണോ, ഏതിലാണ്? എസ്കേപ്മെന്റ് വീലിലാണ് അല്ലെ. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഇനി 54 ഏതാ ചോദിക്കുന്നത്? Where we will type the word urgent on a cover. നമ്മള് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അർജന്റ് എന്നുള്ളത് എവിടെയാണ് എഴുതുക എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ സെക്കൻഡ് പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. അപ്പം 54ന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലെ വരിക. 54 എവിടെയാണ് വരിക? അതായത് ടു ലെഫ്റ്റ് ഓഫ് ദി കവർ എന്നാണ് വരിക. ഇനി ഓൺ IGS ആണ് അധികം ചോദിക്കാറ്. അതെവിടെയാ വരിക? സെന്ററിലായിട്ടാണ് വരിക, ടോപ്പ് സെന്ററിലായിട്ടാണ് വരിക. ഇനി 55 ചോദിക്കുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ? കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നത് താഴെ തന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് വേരിയബിൾ ലൈൻ സ്പേസർ തന്നിട്ടുണ്ട്, ഡിറ്റന്റ് റിലീസ് ലിവർ തന്നിട്ടുണ്ട്, റാച്ചറ്റ് വീല് തന്നിട്ടുണ്ട്, ദെൻ ടച്ച് റെഗുലേറ്റർ തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ വരിക? 55 ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അതായത് ടച്ച് റെഗുലേറ്റർ ആണ് വരിക. കീബോർഡിന്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ടച്ച് റെഗുലേറ്ററിൽ മാത്രമല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് അടുത്ത നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരിക? എക്സസ് ഓയിൽ ഇൻ ദി വേ റോഡ് ചാനൽ കോസസ്. അതായത് നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഏതാണ് ആൻസർ വരിക? 56 ജെർക്കി മൂവ്മെന്റ് അല്ല വരിക. അതായത് എക്സസ് ഓയിൽ ഇൻ ദി എക്സസ് ആണ്. ഒരുപാട് ഓയിലുകൾ നമ്മൾ റോഡ് ചാനലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരിക? സ്ലഗിഷ് മൂവ്മെന്റ് ആണ് അല്ലെ. ആ ഓയിൽ കുറയുമ്പോഴല്ലേ, അതിനുള്ള കണക്കിൽ വരുമ്പോഴാണ് ജെർക്കി മൂവ്മെന്റ് വരുള്ളൂ. ഇനി ഫോർ ടൈപ്പിംഗ് ദ സിമ്പിൾസ് ആൻഡ് ഇൻ ടൈപ്പ് റൈറ്റർ പ്രസ് ഷിഫ്റ്റ് കീ ആൻഡ്. അതായത് നമുക്ക് ടൈപ്പ് റൈറ്ററിൽ ആൻഡ് എന്നുള്ള സിമ്പൽ കൊടുക്കണമെങ്കിൽ ഷിഫ്റ്റിന്റെ കൂടെ നമ്മൾ വെക്കേണ്ടത് ഏതാണ്? 7 അല്ലേ. ആൻസർ ഏതാ വരിക? 57ന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 58 ഡെമി ഒഫീഷ്യൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്താണ്?
സെമി ഒഫീഷ്യൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക യുവേഴ്സ് സിൻസിയർലിയിലാണ് അല്ലെ. യുവേഴ്സ് ലവ്ലിംഗ്ലി എന്നാകുമ്പോൾ പേഴ്സണൽ ലെറ്റർ ആവും. അതേപോലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒക്കെ വരുന്നത് ഏതാണ്, നമ്മളെ ബിസിനസ് ലെറ്ററിലാണ് ഒക്കെ വരിക. അപ്പം ബിസിനസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാണ്, ഡിയർ എന്ന് പറഞ്ഞിട്ടല്ലേ, ഡിയർ സർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഒഫീഷ്യൽ ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഒക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഏതിലാണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പം ഡെമി ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ് യുവേഴ്സ് സിൻസിയർലി ആണ് അല്ലെ വരിക. അപ്പം ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ദ മെയിൻ ഫങ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. റോക്കർ മെക്കാനിസം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, കാരേജിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിനാണല്ലോ റോക്കർ മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ റോക്കർ മെക്കാനിസം എടുത്ത ക്ലാസ്സിലും കാരേജിന്റെ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് റോക്കർ മെക്കാനിസത്തിന്റെ ആ ഒരു, അതായത് അതിലുള്ള ലൂസ് ഡോഗിന്റെയും റിജിഡ് ഡോഗിന്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കാരേജ് മൂവ് ചെയ്യുന്നു അല്ലെ. അപ്പൊ കാരേജ് മൂവ് ചെയ്യുന്ന ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ്. അപ്പം റോക്കർ മെക്കാനിസത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് എന്ത്, റോക്കർ മെക്കാനിസത്തിന്റെ ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ അതേപോലെ തന്നെ തമ്പ് വീല്. എന്താ തമ്പ് വീല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ രണ്ട് തമ്പുവീലാണ് ഉണ്ടാവുക അല്ലെ. അതായത് സിലിണ്ടറിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് തമ്പുവീല് കാണുക. അപ്പൊ എന്തിനാണ് ശരിക്കും തമ്പുവീലാണ് നമുക്ക് സിലിണ്ടറിനെ ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ തമ്പുവീലാണ്. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡെഡ് കീസ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ. മലയാളം ടൈപ്പ് റൈറ്ററിൽ എത്ര ഡെഡ് കീസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എത്രയാണ്, 1 അല്ലെ. ഒരു ഡെഡ് കീ അല്ലേ ഉള്ളൂ. ഏതാണ് ആ ഡെഡ് കീ, ചന്ദ്രക്കല അല്ലെ. ചന്ദ്രക്കലയാണ് മലയാളം ടൈപ്പ് റൈറ്ററിലെ ഡെഡ് കീ. അപ്പം ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ ഡി. ഇനി ഡെഡ് കീ ഇല്ലാത്ത ടൈപ്പ് റൈറ്റർ ഏതാ, യൂണിവേഴ്സൽ ടൈപ്പ് റൈറ്റർ അല്ലേ. സാധാരണ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ ഇല്ല, ഡെഡ് കീസ് ഇല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മൊഡ്യൂളായി വരുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കമ്പ്യൂട്ടറിന്റെയും അതേപോലെ ടൈപ്പ് റൈറ്ററിന്റെയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നന്നായി നോക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.